പ്രിയ സഹോദരി സഹോദരൻ, എന്റെ പെരുന്നാളിലും വിയർപ്പിലും ഒരേപോലെ പ്രാധാന്യത്തോടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ് ദൈവിക സമാധാനം എന്നുള്ളത്. ഈ രണ്ട് പ്രധാന പെരുന്നാളുകളിലും സമാധാനത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്നു. എന്റെ പെരുന്നാളിൽ ദൈവിക സമാധാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ എളിയവരായ, ശ്രദ്ധിക്കപ്പെടാതെ, സമൂഹത്തിന്റെ ഒരു മുഖ്യധാരയിലും വരാതെ വളരെ ദൂരെ നിൽക്കുന്ന ആട്ടിടയർക്ക് ദൈവത്തിന്റെ ദൂതന്മാർ, മാലാഖമാർ മാനവ സൈന്യത്തോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നുള്ള ആശംസാവചസ് കേൾക്കുന്നതാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവ് അതും വളരെ സാധാരണ മനുഷ്യർ, പുരുഷന്മാരായിക്കൊള്ളട്ടെ സ്ത്രീകളായിക്കൊള്ളട്ടെ, വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ അടുത്ത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഘടകം, ജനനം, മരണവും പുനരുദ്ധാനവും അങ്ങനെ സമ്പൂർണമായി കർത്താവ് മനുഷ്യനായി അവതരിച്ചതിന്റെ ഏറ്റവും പ്രധാന സന്ദേശങ്ങളിൽ ഒന്നാണ് ദൈവിക സമാധാനം എന്നുള്ളത്. ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ നഷ്ടമാകുന്നതും ജീവിതത്തിൽ ശീലിക്കാൻ സാധ്യമാകാതെ പോകുന്നതും സ്വായത്തമാകാൻ സാധ്യമാകാതെ പോകുന്നതും സമാധാനം തന്നെയാണ്. ഈ പൊരുത്തക്കേടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും അവശ്യം നമുക്ക് ജീവിതത്തിൽ വേണ്ടതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരങ്ങൾ കാണും. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഉത്തരങ്ങൾ കാണും. പക്ഷേ ഏറ്റവും ആത്യന്തികമായി ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് സമാധാനമാണ്. ലോകം മുഴുവനും നേടിയാലും, എത്ര വലിയ ഉന്നതമായ പദവിയിലെത്തിയാലും ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുകയും അസമാധാനമുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുകയും ചെയ്യുന്നത് എങ്കിൽ പിന്നീട് ജീവിതത്തിന് അർത്ഥമില്ലാതെയായി പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ അത് സമ്പൂർണമായും ബാധിക്കും. നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് നിശ്ചയമില്ലാതെ വരും. അതേസമയം തന്നെ കർത്താവ് നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ഇത് നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിലാകുന്നെന്ന് പറയും. അപ്പോൾ പലപ്പോഴും സമാധാനത്തിന്റെ ഉറവിടം, സമാധാനത്തിന്റെ സ്രോതസ്, ദൈവിക സമാധാനത്തിന്റെ സ്രോതസ് നമ്മൾ അന്വേഷിച്ച് വേറെ എവിടെയും അലയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. മനുഷ്യാവതാരത്തിലൂടെ സാധാരണക്കാരായ, സർവ്വസാധാരണക്കാരായ മനുഷ്യർക്ക് ലഭ്യമായ ഈ സമാധാനത്തിന്റെ സന്ദേശം പുനരുദ്ധാനത്തിലൂടെ കർത്താവിനെ പിൻപറ്റിയിരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാരായ സ്ത്രീകൾക്കും ആശംസയായി ലഭിച്ച സമാധാനം, ഇത് നമുക്ക് ജീവിതത്തിൽ ശീലിക്കേണ്ടിയിരിക്കും. ഇതിനുള്ള അനന്തമായ സാധ്യത പരിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് വരമായി നൽകപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾക്കത് എടുത്തുപയോഗിക്കുവാനോ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ സാധ്യമാകാതെ പോകും. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലാണ്. എപ്രകാരമാണ് നമ്മൾ ഈ സമാധാനം കണ്ടെത്തേണ്ടത്? അതിനുവേണ്ടി തന്നെയാണ് നിരന്തരം കർത്താവ് ദൈവം ലോകത്തിന് നൽകിയതായ സമാധാനത്തെ നമ്മുടെ തിരിച്ചറിവായി ജീവിതത്തിന്റെ ശീലമായി നമ്മൾ കൊണ്ടുവരേണ്ടതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആവർത്തിച്ച് ഓരോ ഞായറാഴ്ചയും ഓരോ വിശേഷ ദിവസങ്ങളിലും നമ്മളിവിടെ ഒത്തുകൂടുന്നത്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവസാനം നമ്മളെ പ്രധാന ശുശ്രൂഷകൻ നമ്മളെ യാത്ര അയക്കുന്നത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിശ്ചയമായിട്ടും ബലിപീഠത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകാത്ത ഒരു സമാധാനവും ലോകത്തിൽ.
പരിശുദ്ധ മാമോദീസ ഏറ്റവരായി നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് നൽകുന്ന സമാധാനം നിശ്ചയമായിട്ടും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധ്യമാണ്. അത് നമ്മൾ തുറന്ന മനസ്സോടുകൂടി ഇരിക്കാൻ മാത്രമാണ്. പക്ഷെ നമുക്ക് നിശ്ചയമായിട്ടും ഇവിടെ നമുക്കൊരു പങ്കാളിത്തം, നമുക്ക് തീർച്ചയായിട്ടും വി ഹാവ് എ റോൾ ടു പ്ലേ. കാരണം ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ മനുഷ്യർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതല്ല എങ്കിൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇത് വിവരമായി സുവിശേഷമായി നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സർവ്വസാധാരണ മനുഷ്യർക്ക് ഇത് നൽകപ്പെട്ടതാണ്. ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ രക്ഷാപദ്ധതി മുമ്പോട്ട് പോകുന്നത്. അവിടെ പരിശുദ്ധ കന്യമറിയാം അമ്മയുണ്ട്, അതേപോലെ യോസഫ് പിതാവുണ്ട്, അവരുടെ യാത്രയിൽ പങ്കുകാരായവരുണ്ട്, അവരുടെ ജനനത്തിൽ വിദൂരസ്ഥരായി അവരുടെ അടുത്തേക്ക് വന്നവരുണ്ട്, നേരത്തെ സൂചിപ്പിച്ചവരായ ആട്ടിടയരുണ്ട്, അത് എതിർത്ത് നിന്നവരുണ്ട്. ഇങ്ങനെ അനേകരെ ഈ സംഭവത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെടുന്നുണ്ട്. അപ്പോ നിശ്ചയമായിട്ടും സമ്പൂർണമായും പ്രപഞ്ചത്തിൽ ലഭ്യമായ സമാധാനം സമ്പൂർണമായും ജനങ്ങളുടെ നമ്മുടെ പങ്കോടുകൂടിയാണ് അത് സ്വായത്തമാകുന്നത്, ലോകത്തിന് നൽകപ്പെടുന്നത്. അപ്പൊ എന്റെ സമാധാനം ആശംസിപ്പീൻ എന്ന് പറഞ്ഞിട്ട് ശിഷ്യരെ അയച്ചുവിടുകയും ചെയ്യുന്നു. അപ്പോ തീർച്ചയായിട്ടും ദൈവികമായ ഈ സമാധാനം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ബലിപീഠത്തിൽ നിന്ന് പ്രധാന പെരുന്നാളുകളിലൂടെയും വിശുദ്ധ കുർബാനകളിലൂടെയും അവകാശിക കർമ്മങ്ങളിലൂടെയും വിശുദ്ധ സുവിശേഷങ്ങൾ വായിക്കുന്നതിലൂടെയും ഈ സമാധാനം നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. ദൈവം തമ്പുരാന് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഉദ്ദേശത്തിൽ, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് അവശ്യം വേണ്ട സത്യത്തിൽ തന്നെയാണ് ഈ സമാധാനം സ്വീകരിക്കുക, സ്വായത്തമാക്കുക എന്നുള്ളത്. അതല്ല എങ്കിൽ നമ്മൾ ദൈവിക പദ്ധതിക്ക് അനുസരിച്ചായിരിക്കുകയല്ല ജീവിക്കുന്നത്. അതല്ല എങ്കിൽ കർത്തൃകൽപ്പന പ്രകാരം നമുക്ക് ലഭ്യമായിട്ടുള്ള കർത്തൃ പ്രാർത്ഥനയെ നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ കാക്ഷിക്കുന്നവരാകുന്നില്ല. കാരണം അത് വിളിച്ചപേക്ഷിക്കുന്നത് ഈ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ അർത്ഥം ജീവിതത്തിൽ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ കുറവുകളോ ജീവിതത്തിന്റെ ബലഹീനതകളോ ഉണ്ടാവുകയില്ല എന്നതിനർത്ഥം. ദൈവിക സമാധാനം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ സകലവിധ കഷ്ടപ്പാടുകളും നാം അവിടെ കാണുന്നു. സർവ്വവിധത്തിലുള്ള കഷ്ടപ്പാടുകളും നമുക്കവിടെ ദൃശ്യമാണ്. കാരണം പരിശുദ്ധമറിയാമ്മയോടുള്ള അറിയിപ്പിന്റെ ദിവസം മുതൽ അവർക്ക് സ്വീകരിക്കേണ്ടി വന്ന അമ്മ എന്നുള്ള നിലയിൽ അവർക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ള കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ഹൃദയത്തിൽ കൂടി കടന്ന വാണ്, ഇത്തരത്തിലുള്ള സർവസന്നതി, അതേപോലെ മൗനമായിട്ടായിരുന്നുവെങ്കിൽ പോലും ഈ രക്ഷാപദ്ധതിയുടെ ഏറ്റവും അടുത്തു നിന്ന് പ്രവർത്തിക്കുവാൻ നിയോഗം ലഭിച്ച യൗസേപ്പ് പുണ്യമാണ്. അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമ്പൂർണ്ണ മൗനമാണ്. ഒന്നും അദ്ദേഹം എന്തെങ്കിലും സംഭാഷണം നടത്തിയിട്ടുള്ളതായി ഒരു വാക്യം പോലും എവിടെയും പറയുന്നു. വെളിപ്പാടുകൾ തന്നെ സ്വപ്ന സദൃശമാണ്, സ്വപ്നത്തിലൂടെയാണ് ലക്ഷ്യമാണ്. ഉൾവിളിയും ചിന്തയും ഒക്കെ തന്നെ പങ്കുകൊള്ളുന്നുണ്ട്. പക്ഷേ തീവ്രവേദനയിലൂടെ ആ പിതാവും യാത്രയായിട്ടുണ്ട്. അത് മാത്രമല്ല, ജീവിതത്തിൽ മറ്റുള്ളവരുടെ അപവാദങ്ങൾ ഏൽക്കുവാൻ സാധ്യതയുള്ള ഒരു സംഗതിയെ സർവാത്മനായി ഏറ്റെടുക്കുവാനുള്ള ഒരു കരുത്തും ഈ പിതാവിൽ കാണുന്നു. അത് മാത്രമല്ല, ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ സമ്പൂർണമായ സുരക്ഷയെ പ്രതി പ്രാണരക്ഷാർത്ഥം അമ്മയും കുഞ്ഞിനെയും കൊണ്ടുള്ള ഓടിപ്പോക്ക് നടത്തിയെടുക്കുന്നതും ഈ യോസേപ്പ് പുണ്യമാണ് തന്നെയാണ്. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ എവിടെയാണ് സമാധാനം, എവിടെയാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്? ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവർക്ക് എവിടെയാണ് സമാധാനം ലഭ്യമായിട്ടുള്ളത്? ഈ ഓടിപ്പോക്കലുകളുടെയും അരക്ഷിതത്വത്തിന്റെയും പ്രാണഭീതിയുടെയും ജീവഭയത്തിന്റെയും ഒക്കെ മധ്യത്തിൽ എവിടെയാണ് അവർക്ക് സമാധാനം സ്വായത്തമാകുന്നത്? എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? അത് ദൈവത്തിൽ ശ്രദ്ധയൂന്നുകയും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾക്കുണ്ടാകുന്ന, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന, നമ്മുടെ ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന ശാന്തതയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല എന്ന് ഒരു ഗ്യാരണ്ടിയും ഒരു ഉറപ്പും
ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും കനൽ വഴികളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മൾ വിളിക്കപ്പെട്ടവരാണ് അതിലൂടെ പോകേണ്ടി. നമ്മുടെ പൂർവ്വകാലങ്ങളിൽ നമ്മുടെ പൂർവികരായിട്ടുള്ളവരുടെ ജീവിതത്തിലെല്ലാം നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. അവരുടെ ജീവിത പന്താവിലും ജീവിതയാത്രയിലും ഒരുപാട് അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ചുരുക്കത്തിൽ ദൈവിക സമാധാനം നമുക്ക് ലഭ്യമാകുമ്പോഴും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നമ്മളോടൊപ്പം ഉണ്ടാകും. അതിന്റെ മധ്യത്തിൽ ദൈവവിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുകയും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് ആ ഉറപ്പിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വവും കടമയും. അവിടെയാണ് അവിടുത്തെ സമാധാനം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ക്രിസ്മസ് ജനന പെരുന്നാളിന്ന് ഒരുപാട് കച്ചവടവൽക്കരിക്കപ്പെട്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരുപാട് കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അത് വിൽപ്പനകളിലൂടെ ആയിരുന്നാലും നമ്മൾക്ക് നമ്മുടെ ഇടപെടലുകളിലൂടെ ആയിരുന്നാലും നമ്മൾ ഈ ക്രിസ്മസ് സന്ദേശങ്ങൾ ഭവനങ്ങളിൽ എത്തിക്കുന്നതിലായിരുന്നാലും എവിടെയും നമ്മൾ കാണുന്നത് കൊമേഴ്ഷ്യലൈസിംഗ്, കച്ചവടവൽക്കരണം. സെക്യുലർ ലോകം മുഴുവനും ക്രിസ്മസ് ആചരിക്കാറുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹാപ്പി ഹോളിഡേയ്സ് നമ്മൾ പറയുന്നു. ദൈവവിശ്വാസമില്ലാത്തവരും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള നമ്മുടെ ഉറപ്പാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ, നമ്മുടെ ആകുലതകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ സമാധാനം ആശംസിക്കുന്നവനായ, സമാധാനം നൽകുന്നവനായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളോടൊപ്പമുണ്ട്, ഇമ്മാനുവലായി നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിലാണ്. അത് മാത്രമല്ല, പ്രശ്നങ്ങളും സങ്കീർണമായ പ്രശ്നങ്ങളോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സാക്ഷ്യം എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യം എന്താണ് എന്നൊരു ചോദ്യം കൂടി അവിടെ. നമ്മുടെ സാക്ഷ്യം അത് ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ തകർന്നു പോകാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമായാൽ അതാണ് ജീവിതം കൊണ്ടുള്ള സാക്ഷ്യം. അതിനേക്കാൾ വലിയൊരു സാക്ഷ്യം നമുക്ക് നമ്മുടെ വിശ്വാസ സമൂഹത്തിനോ ചുറ്റുപാടുകൾക്കോ കൊടുക്കുവാനാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളുടെയും ജീവിതത്തിന്റെ കനൽ വഴികളിലും നമുക്ക് സമാധാന കാക്ഷികളായി, സമാധാനം നൽകുന്നവരായി ഉറച്ചു നിൽക്കാം. അത് ജനന പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. സാധുക്കളായ പരമസാക്ഷികളായ നാട്ടിടയർക്ക് സമാധാനത്തിന്റെ സന്ദേശം ലഭ്യമായിട്ടുണ്ട് എങ്കിൽ ആ സമാധാനം പരിശുദ്ധ മാമോദീസായിലൂടെയും ഈ ജനന പെരുന്നാളിന്റെ സകല വിധാനങ്ങളിലൂടെയും നമുക്ക് ലഭ്യമായി. അതിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാം. അത് നമ്മൾ അന്വേഷിച്ചു പോകാം. ഈ ക്രിസ്മസ് നമുക്ക് സമാധാനത്തിന്റെ ദിവസങ്ങളായിരിക്കട്ടെ, സമാധാനത്തിന്റെ കാലത്തെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സ്നേഹമുള്ള ക്രിസ്തുവിന്റെ മുഖത്തെ നമുക്ക് കാണാം. ഇമ്മാനുവലായിട്ടുള്ള ദൈവം നമ്മോട് കൂടെ ഉറപ്പ് പറഞ്ഞിട്ടുള്ള ആ രക്ഷാപദ്ധതിയിൽ പങ്കുകാരാവാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സകലവിധ സമാധാന വഴികളിലൂടെ നടത്തുമാറാകട്ടെ. അത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.